ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിശ്വബ്രഹ്മ ചാനലിലേക്ക് സഹർഷം സ്വാഗതം. നമുക്കറിയാം, വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തിൽ അതിൻ്റേതായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയുള്ള നിർമ്മിതി പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയ ഒരു നിർമ്മിതിക്ക് ആയുസ് വളരെ അധികമായിരിക്കും. കാരണം പ്രകൃതിയുടെ ഊർജ ഘടനകളെ കൃത്യമായി മനസ്സിലാക്കുകയും ആ ഊർജ ഘടനകൾക്ക് അനുസൃതമായുള്ള ഒരു നിർമ്മാണ പദ്ധതിയുമാണ് വാസ്തുശാസ്ത്ര സനാതന ധർമ്മം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര സനാതന ധർമ്മം അനുസരിച്ച് എങ്ങനെയാണോ നിർമ്മിതി വളരെ സ്യൂട്ടബിളായിട്ട് ഒരു പ്രദേശത്ത് വരേണ്ടത് എന്നുള്ളതാണ് വിശ്വകർമ്മ സനാതന വാസ്തുശാസ്ത്രധർമ്മം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം കഴിഞ്ഞ 40 വീഡിയോകളിലായിട്ട് ആ ഒരു കാര്യമാണ് പ്രധാനമായും വിശ്വബ്രഹ്മ ചാനലിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനിയും ഈ സനാതനധർമ്മത്തിൻ്റെ വരും വരായികകളും അതേപോലെ തന്നെ അതിൻ്റെ ആഗമ നിഗമങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ യമ നിയമങ്ങളുമാണ് ഇനിയും അടുത്തടുത്ത ചാനലുകളിൽ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ജീവസൂത്രം എന്നുള്ളതാണ്. ഒരു വാസ്തു മണ്ഡലത്തിലെ ജീവസൂത്രവും നമ്മുടെ ഗൃഹവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, അതെങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ അത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇനി ഇന്നത്തെ വിഷയം ജീവസൂത്രം എന്നുള്ളതാണ്. വടക്ക് കിഴക്ക് കോണിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് കോണിലേക്ക് പോകുന്ന ഒരു രേഖയാണ് ജീവസൂത്രം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇതിനെ ജീവസൂത്രം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മസൂത്രം എന്നാൽ ബ്രഹ്മാണ്ടത്തെ നമ്മുടെ സ്ഥലബ്രഹ്മവുമായി ബന്ധിപ്പിക്കുന്നതാണ് എങ്കിൽ, ജീവസൂത്രം എന്നുള്ളത് പ്രകൃതിയുടെ ജീവദത്തമായിട്ടുള്ള സൂര്യ ഭഗവാനെ അതിൻ്റെ ഘടനയനുസരിച്ച് ഏതു ഭാഗത്ത് നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജീവതന്തുവുമായിട്ട് നമ്മുടെ ബ്രഹ്മത്തെ ബന്ധിപ്പിക്കുകയും ജീവതന്തുവിൽ നിന്ന് ലഭിക്കുന്ന ആ ജീവോർജത്തെ നിരതി കോണിൽ അതിനെ സംഭരിക്കുകയും ഭൂമി എന്ന തന്തു ഉപയോഗിച്ച് അതിനെ സംഭരിക്കുകയും ചെയ്യുന്ന സൂത്രമാണ് ജീവസൂത്രം എന്നുള്ളത്. ജീവസൂത്രം ഒരിക്കലും ഒരു തിരശ്ചീനമായ സൂത്രമല്ല, അതൊരു ലംബ സൂത്രമാണ്. ജീവസൂത്രം ഒരിക്കലും ഒരു തിരശ്ചീനമായ സൂത്രമല്ല, അതൊരു ലംബ സൂത്രമാണ്. തിരശ്ചീനമായ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ലംബസൂത്രമായ ജീവസൂത്രം നമ്മുടെ ഈ ബ്രഹ്മവുമായി ബന്ധപ്പെടേണ്ടത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ വീടുകൾക്കൊക്കെ സൂത്രം വെക്കാറുണ്ട്. കാരണം നമ്മുടെ തറയുടെ, അതായത് ഒരു അധിഷ്ഠാനത്തിൻ്റെ, തറ എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനത്തിൻ്റെയും നമ്മുടെ ഉത്തരപ്പുറത്തിൻ്റെയും നേർപകുതിയിലാണ് ഒരു വാസ്തു പൂർണ്ണമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതെന്നും, അതിനാൽ സൂത്രങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അതായത് ബ്രഹ്മ യമാദി സൂത്രങ്ങളൊക്കെ ചെയ്യുക ഒരു മധ്യഭാഗത്തായിട്ടായിരിക്കും. അതായത് 3 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ അതിൻ്റെ 150 സെൻറ്റിമീറ്ററിലാണ് നമ്മളതിൻ്റെ മധ്യസൂത്രമൊക്കെ ചെയ്യുക. എന്നാൽ ഈശാന സൂത്രം എന്ന് പറയുന്ന ജീവസൂത്രം ഒരിക്കലും തിരശ്ചീന സൂത്രമല്ല,
കൊണ്ട് തന്നെ അതിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ സൂത്രഘടനയിൽ മധ്യസൂത്രമായിട്ട് വെക്കാറുമില്ല. എന്നാൽ പല ആചാര്യന്മാരും അങ്ങനെ വെക്കുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട്. അത് തെറ്റാണ് എന്നാണ് വിശ്വബ്രഹ്മ ചാനലിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സൂര്യകിരണം കൃത്യമായിട്ട് നമുക്ക് വരാൻ വേണ്ടി തന്നെയാണ് പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ എല്ലാ ബിൽഡിങ്ങുകളിലും, നമുക്കറിയാം, ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമസ്കാര മണ്ഡപത്തിലേക്കും, നാലുകെട്ടിലാണെങ്കിൽ നടുമുറ്റത്തേക്കും, ചുല്ലീഗ്രഹമാണെങ്കിൽ അതിൻ്റെ നടുമുറ്റത്തുള്ള തുളസിത്തറയിലേക്കും ഇത് വരുന്ന രീതിയിലാണ് അത് തയ്യാറാക്കിയിരുന്നത് എന്ന് നമുക്ക് അതിനെ ഗവേഷണം ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈശാന ഭാഗം എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരിടത്തിലായിരിക്കണം നമ്മുടെ ഗൃഹം പണിയേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പം ലംബമായിട്ട് ഈശാന കോണിൽ നിന്ന് ലഭിക്കുന്ന ജീവോർജം, അതായത് ചാക്രിക ഘടനയിലായാലും സൂര്യൻ ഉദിക്കുമ്പോഴാണെങ്കിലും ആ ഈശാന ഘടനയിലാണ് നമുക്ക് ജീവോർജം വരുന്നത്. ജീവോർജവും ബ്രഹ്മോർജവും രണ്ടും രണ്ടാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. ജീവൻ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട രണ്ട് പ്രാണന്മാരാണ് നമുക്കുള്ളത്. ഒന്ന് ജീവപ്രാണനും ഒന്ന് പ്രാണപ്രാണനും. പ്രാണപ്രാണനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്, ജീവപ്രാണനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് രണ്ട് കണ്ണുകളുടെയും മുകളിലായിട്ട്, രണ്ട് പുരുകങ്ങളുടെയും നടുക്കായിട്ട് നമ്മൾ ചന്ദനമൊക്കെ ചാർത്തുന്ന സ്ഥലത്താണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. ആ ജീവൻ നമുക്ക് തരുന്നത് ഈ ജീവോർജമാണ്. അത് ഒരു ലംബ ഊർജമാണ്. ആ ലംബ ഊർജത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രാണനെ നമ്മൾ ഭൂമി, അതായത് നിരതികോണിലുള്ള ഭൂമിയിലൂടെ സംരക്ഷിച്ചു വെക്കുന്നു. അതുകൊണ്ടാണ് ഒരു നിർമ്മിതിയിലെ ഏറ്റവും വളരെ ഗാഢമായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വളരെ വിസ്തൃതിയുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും നിരതി കോണിൽ ഉണ്ടാക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നന്ദി, നമസ്കാരം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത ദിവസം അടുത്ത സൂത്രവുമായ മൃത്യുസൂത്രവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.